US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണത്തിന് ശേഷം നടന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ന്യൂയോർക്ക്, വിർജീനിയ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ നേടിയ വിജയങ്ങൾ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നു. ട്രംപ് പിന്തുണച്ച ആൻഡ്രൂ കുവാമോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി വിജയിച്ചത്. 34-കാരനായ മംദാനി നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയറായും 100 വർഷത്തിനിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായും ചരിത്രം കുറിച്ചു. ജൂണിലെ ഡെമോക്രാറ്റിക് പ്രൈമറിയിലും പൊതു തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷമാണ് മംദാനി നേടിയത്. സാമ്പത്തിക നീതി, സൗജന്യ ബസ് സേവനങ്ങൾ, കോർപ്പറേറ്റ് മേഖലക്കും സമ്പന്നർക്കുമെതിരെ ഉയർന്ന നികുതി വർധന എന്നിവയിലായിരുന്നു മംദാനിയുടെ പ്രചാരണത്തിലെ പ്രധാന ശ്രദ്ധ. ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും യുവ വോട്ടർമാരുടെയും പ്രോഗ്രസീവ് ശക്തികളുടെയും പിന്തുണയോടെയാണ് മംദാനിയുടെ വിജയം. ന്യൂയോർക്ക് പഴയതിനോട് വിട പറഞ്ഞ് പുതിയ യുഗത്തിലേക്ക് ചുവടുവെച്ചു എന്ന് വിജയപ്രസംഗത്തിൽ മംദാനി പറഞ്ഞു. ഈ വർഷം ഗവർണർ തെരഞ്ഞെടുപ്പ് നടന്ന വിർജീനിയയിലും ന്യൂജേഴ്സിയിലും ഡെമോക്രാറ്റുകൾക്ക് മേധാവിത്വം നേടാനായി. ഡെമോക്രാറ്റായ അബിഗേൽ സ്പാൻബർഗർ 56% വോട്ടുകളോടെ വിർജീനിയയുടെ ആദ്യ വനിതാ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രംപിന്റെ പിന്തുണയില്ലാതിരുന്നതും സ്പാൻബർഗറുടെ മിതമായ സമീപനവുമാണ് വിജയത്തിന് കാരണമായത്. ലഫ്റ്റനന്റ് ഗവർണറും അറ്റോർണി ജനറലും ഡെമോക്രാറ്റുകൾ വിജയിച്ചതോടെ സംസ്ഥാനത്ത് ഡെമോക്രാറ്റിക് ട്രിഫക്റ്റ അഥവാ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സമ്പൂർണ്ണ അധികാരമുള്ള ഭരണാവസ്ഥ നിലവിൽ വന്നു. ന്യൂജേഴ്സിയിൽ ഡെമോക്രാറ്റായ മിക്കി ചെറിൽ 57ാമത് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1960-കൾക്ക് ശേഷം ഒരു പാർട്ടി തുടർച്ചയായ 3ാം ടൈം ഗവർണർമാരെ നൽകുന്നത് ന്യൂജേഴ്സിയിൽ ഇതാദ്യമാണ്. 2026 നവംബർ 3-ന് നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഈ വിജയങ്ങൾ നൽകുന്നത്. US പ്രതിനിധി സഭയിലെ 435 സീറ്റുകളിലേക്കും സെനറ്റിലെ 35 സീറ്റുകളിലേക്കും 39 സംസ്ഥാനങ്ങളിലെ ഗവർണർ തെരഞ്ഞെടുപ്പുകളും അന്ന് നടക്കും. ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യകാല നയങ്ങളോടുമുള്ള വോട്ടർമാരുടെ വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകൾ പ്രകാരം പകുതിയിലധികം വോട്ടർമാർ ട്രംപിന്റെ ഇമ്മിഗ്രേഷൻ നയങ്ങൾ അധികമായി പോയെന്ന് അഭിപ്രായപ്പെട്ടു. ഡെമോക്രാറ്റുകൾക്ക് ഇപ്പോൾ പ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം നേടാൻ 3 സീറ്റുകളും സെനറ്റിൽ 4 സീറ്റുകളും മതി. ചരിത്രപരമായി പ്രസിഡന്റിന്റെ പാർട്ടി ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ നഷ്ടപ്പെടുത്താറുണ്ട്. ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് 45% താഴെയായതും സാമ്പത്തിക പ്രതിസന്ധികളും ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യം നൽകുന്നു. ഈ വിജയങ്ങൾ ഡെമോക്രാറ്റുകൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഭാവി അല്പം കൂടി പ്രകാശനമായി തോന്നുന്നുവെന്ന് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ പ്രതികരിച്ചതും ഈ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു.